ബ്രിട്ടീഷുകാരുടെ കാലത്ത് പിന്നെ ഡോസൻ സാഹിബ് എന്ന് പറയുന്നൊരു സാഹിബാണ് ഇവിടെ വന്ന് ആദ്യമായിട്ട് ഇവിടെ ഒരു പാലം നിർമ്മിച്ചു, ഇരുമ്പിൻ്റെ പാലം. അതാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഡോസൻ സാഹിബിൻ്റെ പാലം. ഇതിന് തൊട്ടപ്പുറത്ത് അദ്ദേഹത്തിന് താമസിക്കാൻ വേണ്ടി ഒരു ബംഗ്ലാവ് പിന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ബ്രിട്ടീഷ് മാതൃകയിലാണ്. ഇപ്പോൾ അടുത്ത കാലത്ത് ഗവൺമെൻറ് അതൊക്കെ ഒന്ന് റിപ്പയർ ചെയ്ത് ഒക്കെ ഒന്ന് നന്നായിട്ടുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ പ്രകൃതിദത്തമായ സ്ഥലമാണ്. ഇവിടെ നമ്മൾ പിന്നെ ഞാൻ കുറച്ച് മുമ്പൊക്കെ ഇവിടെ വന്നിരുന്നപ്പം നമ്മൾ ഒന്ന് കൂകിയാൽ എതിർ കൂകും ഇവിടുത്തെ പറവകളോ അല്ലെങ്കിൽ കുയിലുകളൊക്കെ. അത്രമാത്രം ഇത് എന്താ പറയുക, അത്രമാത്രം പ്രകൃതിദത്തമായിട്ടുള്ളതും പറവകളൊക്കെ ഉള്ളതാണ്. നമുക്ക് നമ്മളെ സമയം ശരിയല്ലാത്തത് കൊണ്ടാണ് ഈ വരുന്ന വഴിക്ക് നമുക്ക് ചിലപ്പോൾ ആനേനെ ഒക്കെ കാണുമായിരിക്കും, ചിലപ്പോൾ ആനയില്ലെങ്കിൽ പോലും മയിൽ, മാന്, മുയൽ തുടങ്ങിയ മൃഗങ്ങളൊക്കെ ഈ റൂട്ടിലൂടെയൊക്കെ തത്തിക്കളിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ പുഴയാണ്. പുഴ നമ്മുടെ സൈലന്റ് വാലിയുടെ അടിത്തട്ടിൽ നിന്ന് ഒഴുകി വരുന്ന ഒരു പുഴയാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യ സ്പർശം ഏൽക്കാത്ത ഒരു പുഴയാണ്. അത്ര ശരിക്കും ഇപ്പോൾ എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല. ഞാനിപ്പോൾ വന്നിട്ട് കുറച്ചായെങ്കിലും ഇവിടേക്ക് പെർമിഷൻ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് അവരിത് തുറന്നു തന്നത്. ഇവിടെ അടിയിലേക്ക് നോക്കിയാൽ നമുക്ക് സ്ഫടികം പോലുള്ള വെള്ളമാണ്. ഈ വെള്ളത്തിൽ ചാടി കുളിക്കാൻ പുറപ്പെട്ടത്, എന്നും കുളിക്കുന്ന ആളാണ് ഡോക്ടർ സാഹിബ്. അദ്ദേഹം ആ വെള്ളത്തിൽ മുങ്ങിപ്പോയി. അദ്ദേഹത്തിൻ്റെ ശവക്കല്ലറ ഇവിടെ ഉണ്ട്. ഇപ്പോൾ അടുത്ത കാലത്ത് 4 കൊല്ലം മുമ്പ് അദ്ദേഹത്തിൻ്റെ മക്കൾ 2 പേര് ഇവിടെ വന്നിരുന്നൊന്ന് കാണാൻ വേണ്ടിയിട്ട്, ശവക്കല്ലറ കാണാൻ വേണ്ടി. അത്ര പ്രസിദ്ധമായ ഒന്നാണ് ഇത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഇരുമ്പ് പാലമാണ്. ഇതുവരെയും ഒരു കേടും സംഭവിച്ചിട്ടില്ല. ഇനിയിപ്പോൾ നമുക്ക് കാണാൻ പോകുന്നത് ഇവിടെ ഒരു പുഴ ഉണ്ട്. പുഴയിലിപ്പോൾ നമ്മൾ ഇറങ്ങാൻ പാടില്ല. കാരണം ഇപ്പോൾ ഇതിൻ്റെ അടുത്ത് 1-2 പേരൊക്കെ ഇങ്ങനെ വന്ന് ഇറങ്ങിയിട്ട് ആ കാണാത്ത കയം എന്നില്ലേ, നെടും കയം എന്ന് പറഞ്ഞാൽ ഒരു കയമാണത്. നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അതിലേക്ക് ഇറങ്ങിപ്പോയാൽ ചിലപ്പോൾ നമ്മൾ കയത്തിൻ്റെ അടിയിൽ പോകും. അതുകൊണ്ട് ഇപ്പോൾ അത് നിരോധിച്ചിരിക്കുകയാണ്. നമുക്ക് പുഴയിൽ ഇറങ്ങാനും കുളിക്കാനും ഒക്കെ ഉള്ള സൗകര്യം ഇപ്പോൾ നമ്മൾ TK കോളനിയിൽ, ഇത് കഴിഞ്ഞാൽ ഉടനെ TK കോളനിയിൽ പോകുന്നുണ്ട്. അവിടെയും ഇതുപോലെ ഇതിനേക്കാൾ സുന്ദരം എന്ന് പറയാൻ ഞാൻ പറയാം. അതും ഒരു നൈസർഗികമായിട്ട് ഒഴുകി വരുന്ന ഒരു തണുത്ത അന്തരീക്ഷവും തണുത്ത വെള്ളമാണ്. അതിലൊക്കെ കുളിക്കുമ്പോഴേക്കും ഒന്ന് മുങ്ങിപ്പൊങ്ങുമ്പോഴേക്കും നമ്മുടെ ക്ഷീണമൊക്കെ സ്വാഭാവികമായിട്ടും മാറും. അപ്പോൾ നമുക്ക് കുളിക്കേണ്ടതും വെള്ളത്തിൽ ഇറങ്ങേണ്ടതൊക്കെ അവിടെ വെച്ചിട്ട് ചെയ്യാം. ഇവിടെ നമുക്ക് ഇതിനേക്കാൾ ഒരു പ്രധാനമുള്ളത്, ഇവിടെ നേരെ ചെല്ലുമ്പോൾ ഡോസൻ സാഹിബിൻ്റെ ഇത് ശവകുടീരം കാണാം. അതിന് തൊട്ടപ്പുറത്ത് ആനപ്പന്തി, ഇവിടുത്തെ പ്രശസ്തമായിട്ടുള്ള അതാണ് ഇവിടുത്തെ ആനപ്പന്തി. ഇവിടുത്തെ ആനപ്പന്തിയിൽ നിന്നാണ് പ്രശസ്തമായ ഗുരുവായൂർ കേശവനെ ഇവിടുന്നാണ് പരിശീലിപ്പിച്ചിട്ടുള്ളത്. രണ്ടാമത് ഏഷ്യാഡ് അപ്പു കേട്ടിട്ടുണ്ടായിരുന്നു. ഏഷ്യാഡ് ആ അപ്പുവിനെയും ഇവിടെ നിന്നാണ് പരിശീലിപ്പിച്ചിട്ടുള്ളത്. 50ഓളം പന്തികളുണ്ടായിരുന്നു. ഇപ്പോൾ 1 മാത്രം നിലനിർത്തിയിട്ടുണ്ട്. ഇവിടെ ഇത് പരിശീലിപ്പിക്കുന്നത് ആദിവാസികളായ പണിയ വിഭാഗമാണ്. പണിയരിപ്പം നമ്മൾ പോരുമ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലുള്ളവർക്കൊക്കെ കാണാൻ പറ്റും, അവിടെ ഇവിടെയൊക്കെ ഇവർ ഇരിക്കുന്നത്. ആ വിഭാഗമാണ് ഈ പിന്നെ പാപ്പാന്മാരായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഇത് അവസാനമായിട്ട് ഇവിടുന്ന് പരിശീലിപ്പിച്ചതാണ് കുശൻ എന്ന് പറയുന്നൊരു ആന. അത് ഇപ്പം അടുത്ത് ചെരിഞ്ഞു പോയി. അങ്ങനെ ഇപ്പോൾ ആനകളെ ഒന്നും പരിശീലിപ്പിക്കുന്നില്ല. അതാണ് ഇവിടുത്തെ ഒരു പ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യം. പിന്നെ ഇതിനപ്പുറം ഇപ്പോൾ നമുക്ക് പോകാൻ പറ്റില്ല. ഒരു ചതുണ്ണിക്കയം എന്ന് പറഞ്ഞിട്ടുള്ള 5 കിലോമീറ്ററോളം ഉള്ളിലോട്ട് ഇപ്പം അങ്ങോട്ട് പെർമിഷൻ തരുന്നില്ല. അവിടെ പോയാൽ പണ്ട് ഇവിടെ താമസമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് ജൈനമതമാണോ ബുദ്ധമതമാണോ എന്നറിയില്ല. അവർ ചതുരംഗം കളിച്ചിരുന്നൊരു സ്ഥലം ഉണ്ട്. അവർ എന്നിട്ട് പിന്നെ തർക്കത്തിൽ വന്നിട്ട് അതിൻ്റെ ഇതെല്ലാം എടുത്ത് പുഴയിൽ എറിഞ്ഞ സ്ഥലമാണ് ചതുർണിക്കയം എന്ന് പറയുന്നത്. അവിടേക്ക് ഇപ്പം പെർമിഷൻ ഇല്ല. അപ്പം അത്രയും പ്രധാനമുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. പിന്നെ ഇവിടെ നമുക്ക് അധികം സമയം വേസ്റ്റ് ചെയ്യരുത്. ഒരു 4:15 ആകുമ്പോൾ നമുക്ക് റിട്ടേൺ ആവണം. എങ്കിലേ നമുക്ക് 5 മണി